കോഴിക്കോട് സൗത്തിലാണ് പോളിംഗ് ബൂത്തിനുള്ളിൽ മതം പറഞ്ഞ് വോട്ട് തേടാനുള്ള ശ്രമം ഇടത് വലത് സ്ഥാനാർത്ഥികൾ നേരിട്ട് നടത്തിയത്. അഹമ്മദ് തേവർകോവിലാണ്, INL സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹമാണ് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി, അതേപോലെ തന്നെ UDFിൻ്റെയും സ്ഥാനാർത്ഥി. അദ്ദേഹവും നേരിട്ട് അവിടെ എത്തി മതം പറഞ്ഞ് വോട്ട് തേടാനുള്ള ശ്രമം നടത്തിയത്. ചോദ്യം ചെയ്തതാണ് പ്രശ്നമായത്. എന്നാൽ ഈ വിഷയത്തിൽ അവിടെ വലിയ സംഘർഷ സാധ്യതയാണ് നിലനിന്നത്. പോലീസ് ഇടപെട്ട് ഇപ്പോൾ പ്രശ്നം താൽക്കാലികമായി അവസാനിപ്പിച്ചിട്ടുണ്ട്. പോളിംഗ് അവസാനിക്കുന്ന മണിക്കൂറിലാണ് ഈ വിഷയമുണ്ടായത്. നമുക്ക് വളരെ പെട്ടെന്ന് കൊച്ചിയിൽ നിന്നും ഉള്ള വിവരങ്ങൾ കൂടി തേടാം. മധ്യ കേരളത്തിലും ശക്തമായ പോളിംഗ് ആണ് നടന്നത്. ബീനാറാണി ചേർന്നു. ബീനാറാണി, 2020യുടെ സാന്നിധ്യം ഇത്തവണ ഏറെ ശ്രദ്ധിക്കപ്പെടും. അത് NDAയിൽ 2020 എത്തിയതോടുകൂടി മധ്യ കേരളത്തിൽ ശക്തമായ ത്രികോണ മത്സരം ഇത്തവണ അത് സാധ്യമായിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ ബീനാറാണി. യെസ്, നമുക്ക് കോഴിക്കോട്ടേക്ക് തന്നെ മടങ്ങേണ്ടതുണ്ട്. കോഴിക്കോട് സൗത്തിലാണ് മതം പറഞ്ഞ് വോട്ട് തേടിയതിൻ്റെ പേരിൽ വലിയ സംഘർഷമുണ്ടായത്. നമ്മൾക്കറിയാം, കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട കേരളത്തിലെ പ്രധാനപ്പെട്ട UDF കക്ഷിയിലെ മുസ്ലിം ലീഗിലെ ഒരു പ്രധാന നേതാവാണ് പറഞ്ഞത് മതമാണ് വിഷയമെന്ന് വളരെ ശക്തമായി പരസ്യമായി പറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു ഇത്. ആ തെരഞ്ഞെടുപ്പിലാണ് പോളിംഗ് ബൂത്തിൽ ഇറങ്ങി ഒരു ഉളുപ്പുമില്ലാതെ മതം ചോദിച്ച് വോട്ട് തേടുന്ന സാഹചര്യം. ഇതൊക്കെ വളരെ പ്രകടമായി നടത്തുന്നത് LDFും UDFുമാണ്. പക്ഷേ NDA വർഗീയ കക്ഷിയാണ് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്ന നേതാക്കൾ തന്നെയാണ് പോളിംഗ് ബൂത്തിൽ ഇറങ്ങി മതം പറഞ്ഞ് വോട്ട് തേടുന്നത്. അനഘ ഹർഷൻ ചേർന്നു. അനഘ, ഇപ്പോൾ അവിടെ പോളിംഗ് തടസ്സപ്പെട്ടിട്ടുണ്ടോ? എന്താണ് സാഹചര്യം? അല്പസമയം ഇപ്പോഴും പോളിംഗ് നടക്കുന്നുണ്ട്. പോളിംഗ് തടസ്സപ്പെട്ടിട്ടില്ല. പക്ഷേ ക്യൂവിൽ നിന്ന് പലരും ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ആ സംഘർഷ സമയത്ത് ഇവിടെ നിന്ന് പുറത്തേക്ക് സ്ത്രീകളടക്കമുള്ളവരായിരുന്നു ഇവിടെ ക്യൂവിൽ ഉണ്ടായിരുന്നത്. ഈ ഫൈസൽ ബാബു, കോഴിക്കോട് UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള ഫൈസൽ ബാബുവും അതുപോലെ LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള അഹമ്മദ് ദേവർകോവിലും ഈ പയ്യാനക്കല്ല് സ്കൂളിൽ അല്പസമയം മുൻപ് എത്തിയിരുന്നു. ഈ UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള ഫൈസൽ ബാബു ക്യൂ നിൽക്കുന്ന സ്ത്രീകൾ അടങ്ങുന്ന വോട്ടർമാരെ ഇവിടെ വലിയ സംഘർഷം ഉണ്ടാക്കിയത്. ഇങ്ങനെ മതം പറഞ്ഞ് വോട്ട് പിടിക്കുന്ന തരത്തിലേക്ക് UDF കടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് LDF പ്രവർത്തകർ ആദ്യം ഈ പ്രദേശത്ത് പ്രതിഷേധം ഉണ്ടാക്കിയത്. അതിനുശേഷം UDFിനും LDFിനും പ്രവർത്തകർ തമ്മിൽ സംഘർഷം ഉണ്ടാകുന്നു, വാക്കേറ്റം ഉണ്ടാകുന്നു. അതിനുശേഷം കൂടുതൽ പോലീസ് ഈ ഭാഗത്തേക്ക് എത്തുന്നു. നിലവിൽ ഇവിടെ ഗേറ്റ് പൂട്ടിയിട്ടാണ് ഉള്ളത്. പോലീസ് ഈ ഇരു കൂട്ടരോടും, LDFിന്റെ പ്രവർത്തകരോടും അതുപോലെ UDFിന്റെ പ്രവർത്തകരോടും സംസാരിക്കുന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. പക്ഷേ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നാണ് LDF പറയുന്നത്. അഹമ്മദ് ദേവർകോവിൽ വന്നുപോയി. പക്ഷേ ഫൈസൽ ബാബു വരുമ്പോൾ ഈ LDFിന്റെ പ്രവർത്തകർ മനഃപൂർവ്വം സംഘർഷമുണ്ടാക്കുകയാണ് എന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോഴും ഇവിടെ കൂടിയിരിക്കുന്ന ആളുകൾ പറയുന്നത് മതം പറഞ്ഞ് വോട്ട് പിടിക്കുകയാണ് ഫൈസൽ ബാബു ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ പ്രദേശത്ത് ഇപ്പോൾ ഈ ഗേറ്റിന്റെ പുറത്തും സംഘർഷം ഉണ്ടാകുന്ന ഒരു സാധ്യതയാണുള്ളത്. LDFിന്റെയും UDFിന്റെയും പ്രവർത്തകർ തമ്മിലാണ് ഇപ്പോഴും സംഘർഷം ഉണ്ടാകുന്നത്. ഈ പ്രദേശത്തെ ആവശ്യത്തിന് പോലീസ് ഇല്ലാത്തൊരു സാഹചര്യമുണ്ട്. കേന്ദ്ര സേനാ അംഗങ്ങളടക്കം കൂടുതൽ പേർ ഈ ഭാഗത്തേക്ക് എത്തുന്നുണ്ട്. പക്ഷേ ഗേറ്റിന്റെ പുറത്ത് പ്രവർത്തകരെ, LDFിന്റെയും UDFിന്റെ പ്രവർത്തകരെ പുറത്താക്കിയെങ്കിൽ പോലും അവർ ഗേറ്റിന് പുറത്തു നിന്നും പരസ്പരം ഏറ്റുമുട്ടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പ്രധാനമായും UDF ഉന്നയിക്കുന്നത് ഫൈസൽ ബാബു, UDFിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഫൈസൽ ബാബു ക്യൂ നിന്നിരുന്ന വോട്ടർമാരോട് നമ്മൾ ഒരുമിച്ചാണ്, നമ്മൾ ഒരേ സമുദായമാണ്, നമ്മുടെ സമുദായത്തിന് വേണ്ടി വോട്ട് ചെയ്യണം, നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യണം, നമ്മൾ ഒരുമിച്ച് മതം പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കാനുള്ള ശ്രമം ഫൈസൽ ബാബു നടത്തി എന്നാണ് പറയുന്നത്. ഇതിന്റെ പേരിലാണ് ഇപ്പോൾ ഇരു കൂട്ടരും തമ്മിൽ വലിയ സംഘർഷവും ഒക്കെ തന്നെ ഉണ്ടായിരിക്കുന്നത്. ഈ പോലീസ് ഇപ്പോൾ ഇടപെട്ട് ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന ആളുകളെ, ഇതിൽ പലരും വോട്ട് ചെയ്യാനെത്തിയവരടക്കമുള്ളവർ ഇവിടെ ഉണ്ട്. അവരെയൊക്കെ ഇവിടെ നിന്ന് പിടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പോലീസ് കൃത്യമായി ഇടപെടുന്നുണ്ട്. അങ്ങനെ ഇപ്പോഴും പ്രവർത്തകർ റോഡിന്റെ ഇരുഭാഗങ്ങളിലും നിന്ന് പരസ്പരം വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്ന കാഴ്ച കൂടി നമുക്കിവിടെ കാണാൻ സാധിക്കും. എന്നാലും കോഴിക്കോട് നിന്ന് ഒരിക്കലും
വരാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. അതായത് മതം പറഞ്ഞ് വോട്ട് പിടിക്കുക. ഈ പോളിംഗ് അവസാനിക്കാൻ ഇനി നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ആ സമയത്താണ് ഇപ്പോൾ ഈ ഫൈസൽ ബാബു, UDFന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഫൈസൽ ബാബു ഈ പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തുന്നു. മതം പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കാൻ ശ്രമിക്കുന്നു. നമ്മുടെ ആളുകളാണ്, എൻ്റെ ആളുകളാണ്, നമ്മുടെ ആളുകളാണ്, അതുകൊണ്ട് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു എന്നാണ് ഇവിടെ കൂടി നിന്ന ആളുകൾ പറയുന്നത്. മാത്രമല്ല, പക്ഷേ ഫൈസൽ ബാബുവിൻ്റെ ആളുകൾ, UDFന്റെ പ്രവർത്തകർ ഉന്നയിക്കുന്നത് അഹമ്മദ് ദേവർകോവിൽ അല്പം മുമ്പ് ഇവിടേക്ക് എത്തിയിരുന്നു. അദ്ദേഹവും ഇതേ രീതിയിൽ ഇതേ പ്രവൃത്തി തന്നെയാണ് ചെയ്തത്. പക്ഷേ അപ്പോൾ ആരും തന്നെ പ്രതികരിച്ചിരുന്നില്ല. ഇപ്പോൾ തങ്ങൾ അത് ചെയ്തപ്പോൾ എന്തിനാണ് ഇത്രയധികം രോഷാകുലരാകുന്നത് എന്നാണ് UDFന്റെ പ്രവർത്തകർ ചോദിക്കുന്നത്. പക്ഷേ നേരത്തെ നമ്മുടെ ക്യാമറ കണ്ണുകളിൽ അടക്കം പതിഞ്ഞതാണ്. അഹമ്മദ് ദേവർകോവിൽ ഇവിടെ എത്തിയിരുന്നു. അവിടെ വരി നിന്നിരുന്ന വോട്ടർമാരെ കൈകാണിക്കുകയും അവരോട് ചിരിക്കുകയും അടക്കമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും നമ്മൾ കണ്ടതാണ്. അതിന് തൊട്ട് പിന്നാലെയാണ് ഫൈസൽ ബാബു ഈ വോട്ടെടുപ്പ് അവസാനിക്കാൻ ഇനി നിമിഷങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ഇവിടേക്ക് എത്തി നമ്മുടെ സമുദായത്തിന് വേണ്ടി വോട്ട് ചെയ്യണം, നമ്മുടെ ആളുകളാണ്. ഇപ്പോൾ ഈ നമുക്ക് മുന്നിലൂടെ ഒരു ആംബുലൻസ് ആണ് പോകുന്നത്. ഒരു വോട്ട് ചെയ്യാൻ എത്തിയവരാണ്, അവർ വോട്ട് ചെയ്ത് മടങ്ങുകയാണ്. നേരത്തെ ഈ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പലരും വോട്ട് ചെയ്യാതെ മടങ്ങുന്നൊരു സാധ്യത കൂടിയുണ്ട്. പക്ഷേ ഇപ്പോഴും ഇരു വിഭാഗങ്ങളിലുള്ള ആളുകളും തമ്മിൽ ഇപ്പോഴും റോഡിന് പുറത്തു നിന്നും വാക്ക് തർക്കം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ട്. കൂടുതൽ സേനകൾ, പോലീസ് ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. മതം പറഞ്ഞു വോട്ട് പിടിച്ചു UDFന്റെ സ്ഥാനാർത്ഥി ഫൈസൽ ബാബു. ഈ അവസാന നിമിഷം പയ്യാനക്കലിലെ ഈ സൗത്ത് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി ഫൈസൽ ബാബു മതം പറഞ്ഞു വോട്ട് പിടിച്ചു, നമ്മുടെ ആളുകളാണ്, നമുക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു എന്നാരോപിച്ചാണ് LDFന്റെ പ്രവർത്തകർ ആദ്യം രോഷാകുലരായി വന്നത്. അതിനുശേഷം ഇതേ ആരോപണം LDFന്റെ പ്രവർത്തകർക്ക് നേരെയും ഉന്നയിക്കുന്നുണ്ട്. അവരും ഇതേ സമാനമായ രീതിയിൽ മതം പറഞ്ഞുകൊണ്ട് നമ്മുടെ സമുദായത്തിന് വേണ്ടി വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു ഈ വോട്ടർമാരോട് എന്ന് പരസ്പരം പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. താത്വികമായി ഇരു കൂട്ടരും ഒരേ കാര്യം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. മതം പറഞ്ഞു വോട്ട് പിടിക്കുന്ന കാര്യത്തിലേക്ക് പയ്യാനക്കലൊക്കെ തന്നെ ഏറ്റവും അധികം മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു പ്രദേശമാണ്. അവിടെയാണ് ഇവിടെ വോട്ടർമാരുടെ അടുത്തേക്ക് ഫൈസൽ ബാബു UDFന്റെ സൗത്ത് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി ഫൈസൽ ബാബു എത്തുന്നു. തൊട്ട് പിന്നാലെ LDFന്റെ സൗത്ത് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി അഹമ്മദ് ദേവർകോവിൽ എത്തുന്നു. ഇരുവരും ഈ കൂടി നിന്നിരുന്ന വോട്ടർമാരോട് നമ്മുടെ ആളുകളാണ്, നമുക്ക് വേണ്ടി വോട്ട് ചെയ്യണമെന്ന് പറയുന്നു. അത് LDF ആദ്യഘട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞു. അവിടെ നിന്ന് അഹമ്മദ് ദേവർകോവിൽ മടങ്ങി എന്നാണ് പറയുന്നത്. അതിന് തൊട്ട് പിന്നാലെ ഫൈസൽ ബാബു എത്തുന്നു. ഫൈസൽ ബാബുവും ഇതേ രീതിയിൽ മതം പറഞ്ഞു വോട്ട് തേടി എന്ന് പറയുന്നു. അത് LDFന്റെ പ്രവർത്തകർ വലിയ രീതിയിൽ അത് പ്രതിഷേധിച്ചു. തമ്മിൽ സംഘർഷമുണ്ടായി, പരസ്പരം ഉന്തും തള്ളും വാക്കേറ്റവും ഒക്കെ ഉണ്ടായി. അതിനുശേഷം പോലീസ് ഇടപെട്ടു. പോലീസ് ഇങ്ങോട്ടേക്ക് എത്തി പ്രവർത്തകരെ പിടിച്ചു മാറ്റി. പോലീസിനോട് പോലും LDFന്റെ പ്രവർത്തകർ കയർക്കുന്ന കാഴ്ച നമ്മൾ ആ ദൃശ്യങ്ങളിൽ നിന്ന് കണ്ടതാണ്. പോലീസിന്റെ കയ്യിൽ നിന്ന് ഫോൺ പിടിച്ചു വാങ്ങുന്നത് അടക്കമുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. പിന്നീട് കൂടുതൽ പോലീസ് അംഗങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തിയാണ് പ്രവർത്തകരെ പൂർണ്ണമായും പിടിച്ചു മാറ്റിയിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു ആശങ്ക, ഈ വൈകിയ വേളയിലും ഇവിടെ അതെ, അങ്ങനെ തന്നെയാണ്. കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, നമ്മൾ കണ്ടതാണ് രാവിലെ മുതൽ വിവിധ ബൂത്തുകളിൽ കള്ളവോട്ടുകൾക്കുള്ള ശ്രമം, ഓപ്പൺ വോട്ടിനുള്ള ശ്രമം, അതൊക്കെ നടന്നുവെങ്കിലും ഈ അവസാന മണിക്കൂറിലാണ് മതം പറഞ്ഞു വോട്ട് ചോദിച്ച ഒരു മണ്ഡലം. അത് കോഴിക്കോട് സൗത്താണ്. നമ്മൾ മുസ്ലിങ്ങളല്ലേ, അതുകൊണ്ട് ഞാനും മുസ്ലിമാണ്, എനിക്ക് വോട്ട് ചെയ്യണമെന്ന സ്ഥാനാർത്ഥി ഫൈസൽ എന്ന് പറയുന്ന UDFന്റെ സ്ഥാനാർത്ഥി തന്നെ നേരിട്ട മതം പറഞ്ഞു വോട്ട് ചോദിച്ചു. വോട്ടർമാരുടെ പ്രതികരണത്തിലേക്ക് 4 വാർഡ് നമ്മൾ വിജയിച്ച് കൈയടിക്കും. അതാണ് അവർക്ക് ഇവരിവിടെ ബൂത്ത് ഏജന്റാ. സമാനമായി CPM-നും ബൂത്ത് ഏജന്റുമാരുണ്ട്. പക്ഷെ ആ ബൂത്ത് ഏജന്റിനെ പുറത്താക്കാതെ ഇവിടുത്തെ കൗൺസിലർ കൂടിയായിട്ടുള്ള ആളെ പുറത്താക്കാണ്. പോലീസ് ഇടതുപക്ഷത്തിന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാണ്. ഇവിടുത്തെ C അടക്കമുള്ള ആളുകൾ അത് ചോദ്യം ചെയ്തതിനാണ് ഇവിടെ ഈ C അടക്കം നമ്മളെ പുറത്താക്കിയുള്ളത്. ഒരു വിഷയമല്ല. ഈ അഹമ്മദ് ദേവർകോവിൽ CPM-ന് മുൻ ഡെപ്യൂട്ടി മേയർ മുസാഫർ വന്ന് എത്രയോ നേതാക്കന്മാർ വന്ന് UDF-ന് ഒരാൾ പോലും ഒരു സംഘർഷത്തിന് തുനിഞ്ഞിട്ടില്ല. കാരണം ഈ ഇടതുപക്ഷത്തിന്റെ ഈ ജനവിരുദ്ധ നയത്തിനെതിരെ നിങ്ങൾ വിധി എഴുതാൻ നിൽക്കാം. ഫൈസൽ ബാബു വന്ന് ജസ്റ്റ് വന്ന് പോയേ ഉള്ളൂ. വേറെ ഒരു കാര്യത്തിലും ജസ്റ്റ് അദ്ദേഹം സ്ഥാനാർത്ഥിയല്ലേ, അദ്ദേഹം വന്നു പോയി ഒന്നുമില്ല. ഫൈസൽ ബാബു വന്നു, അദ്ദേഹം കാൻഡിഡേറ്റ് എന്ന നിലയ്ക്ക് ഇവിടെ വന്നു. വിനോദ, ഇവിടെ വീണ്ടും പ്രവർത്തകർ തമ്മിൽ UDFന്റെ ഒരു പ്രവർത്തകരും LDFന്റെ പ്രവർത്തകരും തമ്മിൽ രണ്ട് വിഭാഗങ്ങളായി തരം തിരിച്ചുകൊണ്ട് പരസ്പരം ഈ കാര്യം പറഞ്ഞുകൊണ്ട് പോരടിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. ഒരു ഭാഗത്ത് UDFന്റെ പ്രവർത്തകരുണ്ട്, മറുഭാഗത്ത് LDFന്റെ പ്രവർത്തകരുണ്ട്. UDFന്റെ ആളുകളാണ് ഇപ്പോൾ ന്യായീകരിക്കുന്നത്. അതായത് LDFന്റെ ഭാഗത്ത് നിന്ന് മനഃപൂർവ്വം ഈ അവസാന നിമിഷം പോളിംഗ് അലങ്കോലപ്പെടുത്താനുള്ള ശ്രമമാണ് നടത്തുന്നത്. അത് മനഃപൂർവ്വം
പറയുകയാണ് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും സ്ഥലത്ത് സംഘർഷ സാധ്യത ഒഴിഞ്ഞിട്ടില്ല. യെസ്, കോഴിക്കോട് സൗത്തിലാണ് മതം പറഞ്ഞ് വോട്ട് പിടിച്ചതിന്റെ പേരിൽ ഈ അവസാന നിമിഷം LDF-ഉം UDF-ഉം പരസ്പരം തർക്കിക്കുന്നത്. സ്ഥാനാർത്ഥികളും ബൂത്തിലെത്തി മതം പറഞ്ഞ് വോട്ട് ചോദിച്ചു എന്നുള്ളതാണ്. ഗൗതം അനന്തനാരായണൻ, ഗൗതം, ഒരുപക്ഷെ കേരളത്തിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഇത്തരത്തിൽ മതം പറഞ്ഞു ജാതി പറഞ്ഞു ഒക്കെ തന്നെയാണ് ഇടത് വലത് മുന്നണികൾ വിജയിക്കുന്നത്. പക്ഷേ പരസ്യമായി സ്ഥാനാർത്ഥികൾ ഇറങ്ങി ഞാൻ ഈ മതമാണ് അതുകൊണ്ട് എനിക്ക് വോട്ട് ചെയ്യണമെന്ന് പറയുന്ന സാഹചര്യം, പ്രത്യേകിച്ചും കോഴിക്കോട് സൗത്തിൽ സംഘർഷ സാധ്യത, ഇപ്പോഴും സംഘർഷ അവസ്ഥ നിലനിൽക്കുന്നു. കൂടുതൽ വിവരങ്ങൾ ഗൗതം. വിനോദ, ഈ കോഴിക്കോട് സൗത്തിലെ ഈ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി ഫൈസൽ ബാബു ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉടനീളം മതം പറഞ്ഞ് വിവാദങ്ങൾ ഉണ്ടാക്കി മതത്തിന്റെ പേരിൽ മാത്രം വോട്ട് തേടിയ ഒരു വ്യക്തിയാണ്. കാരണം കഴിഞ്ഞ ദിവസം ഇദ്ദേഹം നടത്തിയ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. മുസ്ലിം ലീഗിൽ അംഗത്വം എടുക്കുന്ന എല്ലാവരും സ്വർഗത്തിൽ പോകും എന്ന് പറഞ്ഞ മഹാനാണ് ഈ കോഴിക്കോട് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഫൈസൽ ബാബു. അപ്പോൾ തൻ്റെ രാഷ്ട്രീയ പാർട്ടിയിൽ അംഗത്വം എടുക്കുന്നവർ മാത്രമേ സ്വർഗത്തിൽ പോകൂ എന്നൊരു സ്ഥാനാർത്ഥി പറയുന്നുണ്ടെങ്കിൽ അയാളുടെ മനസ്സിൽ എത്രത്തോളം മതം അന്ധമായി കിടക്കുന്നു എന്നതിനെപ്പറ്റി പ്രത്യേകിച്ച് നമ്മൾ അതിനെപ്പറ്റി വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത്രത്തോളം തീവ്ര മുസ്ലിം നിലപാട് സ്വീകരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഫൈസൽ ബാബു. അപ്പോൾ ഈ ഫൈസൽ ബാബുവാണ് ഈ ഇത്തരത്തിൽ ഈ വോട്ടിംഗ് അവസാനിക്കാൻ ഇനിയും കേവലം മണിക്കൂർ മാത്രം, ഏതാണ്ട് അരമണിക്കൂർ മാത്രം ശേഷിക്കെ ബൂത്തിലെത്തി നമ്മൾ മുസ്ലിങ്ങളാണ് വിജയിക്കണം. പ്രത്യേകിച്ച് കോഴിക്കോട് സൗത്ത് നമുക്കറിയാം മുസ്ലിം ഭൂരിപക്ഷമായിട്ടുള്ള വിവിധ പോക്കറ്റുകൾ അടങ്ങുന്ന ഒരു മണ്ഡലമാണ്. മുസ്ലിം വോട്ട് വളരെ നിർണായകമായിട്ടുള്ള ഒരു മണ്ഡലമാണ്. പ്രത്യേകിച്ച് അവിടെ ഇത്തവണ BJP ഒരു ചെറുപ്പക്കാരനെ റനീഷ്, അവിടെ മത്സരിക്കുന്ന റനീഷ് ഒരുപക്ഷെ മുസ്ലിം പോക്കറ്റുകളിൽ ഉൾപ്പെടെ വലിയ മുന്നേറ്റം നടത്തും എന്ന് എതിരാളികൾ പോലും വിശ്വസിക്കുകയാണ്. അപ്പോൾ അവിടെ BJPയുടെ മുന്നേറ്റം മുസ്ലിം പോക്കറ്റുകളിൽ ഉൾപ്പെടെ ഉണ്ടാകുമെന്ന കൃത്യമായ ധാരണയുടെ അടിസ്ഥാനത്തിലാകാം ഈ വോട്ടിംഗ് അവസാനിക്കാനുള്ള അവസാനത്തെ മണിക്കൂറിൽ പച്ചയായ മതം വിളിച്ചു പറഞ്ഞുകൊണ്ടുള്ള പ്രചരണം. നമുക്ക് അനഘയിലേക്ക് പോകണം. അവിടെ പോലീസ് ലാത്തി വീശുന്ന സാഹചര്യം. അനഘ തുടരാം. അവിടെ പോലീസ് പ്രവർത്തകരെ പിരിച്ചുവിടാൻ ലാത്തി വീശുന്നു. കൂടുതൽ വിവരങ്ങൾ. വിനോദ്, പോലീസ് പ്രവർത്തകരെ പിടിച്ചു മാറ്റുന്നതിന്റെ വിനോദ്, പോലീസ് ഇപ്പോൾ ലാത്തി വീശിയിരിക്കുകയാണ്. ഇവിടെ പ്രവർത്തകർ വീണ്ടും LDF-ന്റെ UDF-ന്റെ പ്രവർത്തകർ വീണ്ടും തടിച്ചുകൂടുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ പോലീസ് ലാത്തി വീശി ഈ റോഡിന് ചുറ്റും കൂടി നിൽക്കുന്ന പ്രവർത്തകരെ ലാത്തി വീശി ഇവിടെ നിന്ന് മാറ്റുന്ന സാഹചര്യമുണ്ട്. കാരണം പോലീസിനെ പോലും കയ്യേറ്റം ചെയ്യാനുള്ള ഒരു ശ്രമം നേരത്തെ ഉണ്ടായിരുന്നു. ഈ പോളിംഗ് ബൂത്തിന്, പയ്യാനക്കലിലെ പോളിംഗ് ബൂത്തിന് പുറത്ത് സംഘർഷ സാധ്യത ഉണ്ടായിരുന്നു. ഇപ്പോൾ പോലീസ് കാര്യക്ഷമമായി ഇടപെടുകയാണ്. ലാത്തി വീശി ഇവിടെ ഉണ്ടായിരുന്ന LDF-ന്റെയും UDF-ന്റെയും പ്രവർത്തകരെ മാറ്റുന്നതാണ്. എന്നാലും ഈ അവസാന നിമിഷം കോഴിക്കോടിന്റെ പയ്യാനക്കൽ പോലുള്ള സൗത്ത് മണ്ഡലത്തിൽ ത്രികോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലത്തിൽ നിന്ന് പുറത്തു വരുന്ന വാർത്ത മതം പറഞ്ഞ് വോട്ട് പിടിച്ചു എന്നുള്ളൊരു വാർത്തയാണ് ഒരു ആരോപണമാണ് പുറത്തു വന്നിരിക്കുന്നത്. UDF-ന്റെ സ്ഥാനാർത്ഥി ഫൈസൽ ബാബുവാണ് അങ്ങനെ ചെയ്തത് എന്നാണ് LDF ഉന്നയിക്കുന്ന ആരോപണം. ഈ അവസാന നിമിഷം ഈ വോട്ട് ആളുകൾ രേഖപ്പെടുത്താതെ മടങ്ങാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ആണ് LDF നടത്തുന്നത് എന്നുള്ള ആരോപണമാണ് UDF ഉന്നയിക്കുന്നത്. ഇപ്പോൾ വീണ്ടും പോലീസ് ഇടപെട്ടുകൊണ്ട് ഈ പ്രദേശത്ത് തടിച്ചുകൂടിയിരിക്കുന്ന പ്രവർത്തകരെ പിടിച്ച് മാറ്റുന്നു. പോലീസ് ലാത്തി വീശുന്നു. ലാത്തി വീശുന്നതിന്റെ ഭാഗമായി മാത്രമാണ് ഇവിടെ ഇപ്പോൾ കൂടിയിരുന്ന ആളുകൾ പിരിഞ്ഞു പോയിരിക്കുന്നത്. പ്രദേശത്ത് വലിയ സംഘർഷ സാധ്യത ഉണ്ട്. ഈ അവസാന നിമിഷം പോലീസ് കൃത്യമായി ലാത്തി വീശി പ്രവർത്തകരെ റോഡിൽ നിന്ന് മാറ്റുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ വോട്ട് ചെയ്യാൻ നിരവധി ക്യൂ ആളുകൾ ഉണ്ടായിരുന്നു. അവരൊക്കെ ഇവിടെ നിന്ന് പിരിഞ്ഞു പോയിട്ടുണ്ട്. വോട്ട് രേഖപ്പെടുത്താതെ ഇവിടെ നിന്ന് പിരിഞ്ഞു പോയിട്ടുണ്ട്. നിരവധി ആളുകൾ നേരത്തെ വോട്ട് രേഖപ്പെടുത്താനും എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരൊക്കെ ഇവിടെ പിരിഞ്ഞു പോകുന്ന കാഴ്ചയാണ് ഉണ്ടായിരുന്നത്. അഹമ്മദ് ദേവർകോവിൽ, സൗത്ത് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി അഹമ്മദ് ദേവർകോവിലും സൗത്ത് മണ്ഡലത്തിലെ UDF-ന്റെ സ്ഥാനാർത്ഥി ഫൈസൽ ബാബുവും ഈ പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തി വോട്ട് അഭ്യർത്ഥിച്ചു. നമ്മുടെ സമുദായമാണ്, നമുക്ക് വേണ്ടി വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരുവരും ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇവിടെ വോട്ട് ചെയ്യാനെത്തിയ സ്ത്രീകളടക്കമുള്ളവർ ഇവിടെ നിന്ന് പിരിഞ്ഞു പോയിട്ടുണ്ട്. വോട്ട് രേഖപ്പെടുത്താതെ അവർ പോയി എന്ന കാര്യമാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇപ്പോൾ പ്രദേശത്ത് തടിച്ചുകൂടിയിരുന്ന പ്രവർത്തകരൊക്കെ ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. നമ്മൾ അടക്കം കണ്ടതാണ്. ഇരു സ്ഥാനാർത്ഥികളും ഇവിടേക്ക് വന്നിട്ടുണ്ട്. ശക്തമായിട്ടുള്ള ത്രികോണ മത്സരം നടക്കുന്ന സ്ഥലമാണ് കോഴിക്കോട് പയ്യാനക്കൽ. അവിടെയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. NDAയുടെ മുഖമായിട്ടുള്ള കരുത്തനായിട്ടുള്ള സ്ഥാനാർത്ഥി
റെനീഷ് മത്സരിക്കുന്ന മണ്ഡലമാണ്, കടുത്ത ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ നിന്നാണ് ഏറ്റവും ഒടുവിൽ ഇങ്ങനെ ഒരു വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. ഇടത് വലത് മുന്നണികളെ സ്ഥാനാർത്ഥികൾ മതം പറഞ്ഞു വോട്ട് പിടിക്കുന്നു എന്ന് പറയുന്നു. അത് പറഞ്ഞുകൊണ്ട് ഇരു കൂട്ടരും തമ്മിൽ പരസ്പരം ഈ വോട്ടിംഗ് അവസാനിക്കുന്ന സമയത്ത് പരസ്പരം ഏറ്റുമുട്ടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ഒരു കൂട്ടർ ആരോപണം ഉന്നയിക്കുന്നു. ഇവർ മതം പറഞ്ഞ് ഇവിടെ വോട്ട് ചെയ്യാൻ എത്തിയിരിക്കുന്ന കൂടി നിന്നിരുന്ന ആളുകളോട് പറയുകയാണ്, നമ്മുടെ സമുദായമാണ്, നമുക്ക് വേണ്ടി നിങ്ങൾ വോട്ട് ചെയ്യണം, നമ്മളെല്ലാം ഒന്നല്ലേ എന്ന് ഫൈസൽ ബാബു പറയുന്നു. ഇതേ ഫൈസൽ ബാബു പറയുന്ന കാര്യം LDFിന്റെ സ്ഥാനാർത്ഥി അഹമ്മദ് ദേവർകോവിലും ആവർത്തിച്ചിട്ടുണ്ടെന്നാണ് UDF പറയുന്നത്. ഇങ്ങനെ പ്രത്യാരോപണങ്ങൾ നടക്കുന്നു, പരസ്പരം ഏറ്റുമുട്ടുന്നു, പരസ്പരം കൂക്കി വിളിച്ചുകൊണ്ട് പ്രവർത്തകർ നടു റോട്ടിൽ തെരുവിൽ ഇറങ്ങി പരസ്പരം സംഘർഷം ഉണ്ടാകുന്ന സാഹചര്യമാണ്. ഇപ്പോൾ പോളിംഗ് സ്റ്റേഷനിലേക്കുള്ള എല്ലാ വഴിയും പോലീസ് അടച്ചിട്ടുണ്ട്. നിലവിൽ പുറത്തുനിന്ന് ആരെയും ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്നില്ല. പക്ഷേ ഉള്ളിൽ പോളിംഗ് സ്മൂത്തായി തന്നെ നടക്കുന്നുണ്ട്. പോളിംഗ് നിർത്തിവെക്കുന്ന സാഹചര്യമൊന്നും ഉണ്ടായിട്ടില്ല, അത് കൃത്യമായി നടക്കുന്നുണ്ട്. പക്ഷേ നിലവിൽ ആരും വോട്ട് ചെയ്യാൻ ഇങ്ങോട്ടേക്ക് എത്തുന്നില്ല. നേരത്തെ എത്തിയ ആളുകളിൽ പകുതി പേരും ഇവിടെ നിന്ന് മടങ്ങി പോകുന്ന സാഹചര്യം. കരുത്തുറ്റ മത്സരം നടക്കേണ്ട, നെറ്റ് ടു നെറ്റ് ഫൈറ്റ് നടക്കേണ്ട കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് നമ്മളിപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് എന്നുള്ളതിന്. ഇങ്ങനെയാണ് ഇടതു വലത് മുന്നണികൾ ഇവിടെ വോട്ട് പിടിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു യാഥാർത്ഥ്യം. ജനാധിപത്യത്തിന് ഭൂഷണമല്ലാത്ത രീതിയിലാണ് ഇടതു വലത് മുന്നണികൾ വോട്ട് ചെയ്യുന്നത്, ചോദിക്കുന്നത് എന്നതിൻ്റെ നേർസാക്ഷ്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇപ്പോൾ കൂടുതൽ പോലീസും അതുപോലെ മറ്റ് സേനാംഗങ്ങളും ഈ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. പോലീസ് ലാത്തി വീശിയതിനെ തുടർന്നാണ് ഈ സംഘർഷം. ഇവിടെ കൂടി നിന്നിരുന്ന ആളുകൾ പുറത്തേക്ക് പോവുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് സമയം മാത്രമാണ് ഈ പോളിംഗ് അവസാനിക്കാൻ, വോട്ടെടുപ്പ് അവസാനിക്കാൻ ബാക്കി ഉള്ളത് എന്നുള്ളതാണ്. അതെ, കോഴിക്കോട് സൗത്തിലാണ് മതം പറഞ്ഞ് വോട്ട് ചോദിച്ചതിന്റെ പേരിൽ വലിയ വിഷയമുണ്ടായത്. ഫൈസൽ ബാബുവാണ് UDF സ്ഥാനാർത്ഥി തന്നെ നേരിട്ട് മതം പറഞ്ഞ് വോട്ട് ചോദിച്ച സാഹചര്യം. അതുപോലെ തന്നെ അഹമ്മദ് ദേവർകോവിലാണ് അവിടെ LDFിന്റെ INL സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. ഇവർ രണ്ടുപേരും മതം പറഞ്ഞ് വോട്ട് ചോദിച്ചു എന്നുള്ളതാണ് ഇടത് വലത് മുന്നണികൾ പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. ഇത്തരത്തിലുള്ള വിഷയം അത് വലിയ തർക്കത്തിനിടയാക്കി. ഇടത് വലത് മുന്നണിയിൽപ്പെട്ടവർ ഉന്തും തള്ളും ഉണ്ടായി. അതേ തുടർന്ന് അവിടെ ലാത്തി വീശുന്ന സാഹചര്യം.